ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സർ, ഇന്ത്യയിൽ സാറല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. എന്താടാ ഇവിടെ നിക്കണേ? എടാ ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മനെ വിളിച്ചതാ. ഭാര്യ വിളിച്ചാണ്. ഓ, അവള് മേയോ അല്ലേ? ഇപ്പൊ മട്ടുണ്ടല്ലേ? ആ, നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങി തരട്ടെ. മറ്റന്നാൾ USA ആണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. വാഷിംഗ് മെഷീനാ? അപ്പ എന്നെ ഡോബിയാ? വാഷിംഗ് തന്നെ. അനിലേ, സുഖമാണോ? കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ, നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം! നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പൊ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. അമൃതാഞ്ജനുണ്ട്, വേണ കയ്യിൽ വെച്ചു, ആവശ്യം വരും. അയ്യോ, അരുത് സഹോദരി, അരുത്. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. സന്തോഷമായി. എന്നാൽ ചെയ്യേ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. ഇതുപോലെ കുറെ മക്കുണാപ്പന്മാരാണല്ലോ എന്റെ സർക്കിളുള്ളത്. എടാ അനിലേ, നിനക്ക് അവൾ ഇഷ്ടമായിരുന്നില്ലേ? അല്ലേ, അത് അവളോട് തുറന്ന് പറയാമായിരുന്നല്ലോ. എടാ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. അത് ശരിയാ. A few moments later. ഇവനെന്താ ഇവളുടെ കൂടെ? സോറിയുടെ മുത്ത, ഞാനും ഷായനായും +2 മുതലേ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ആ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ? എടാ, എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ. എന്റെ ജീവിതം വെച്ച് കളിക്കണ്ടായിരുന്നു കൊച്ചാവേ. ദൈവം ചോദിക്കും. അവളില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അപ്പൊ സാറ് ഒന്ന് വരുമോ? എന്നാ നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, മധുരില്ലാത്ത പായസം പോലെ. അഭിനയോ എന്തൊക്കെയാണ് നടക്കുന്നേ? എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ. ബൈ.